ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. മാത്സിൻ്റെ ഒരു ക്രാഫ്റ്റ് വർക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മാസം അതായത് ഡിസംബർ 22 എന്താണ് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആണല്ലേ. എന്താണ് നമ്മൾ മാത്തമാറ്റിക്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അറിയാമോ? നമ്മുടെ ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള ശ്രീനിവാസ രാമാനുജൻ്റെ ബർത്ത് ആനിവേഴ്സറി ആണെന്നല്ലേ, ജന്മദിനമാണ്. അപ്പോൾ അന്നേ ദിവസം സ്കൂളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ മാത്സ് മോഡൽ ഉണ്ടാക്കിയിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നേരെ വീഡിയോയിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മൾട്ടിപ്ലിക്കേഷൻ ബോക്സ് ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബോക്സ് വേണം. നമ്മുടെ A4 ഷീറ്റിൻ്റെ വീതിയുള്ള ഒരു ബോക്സ് ആയിരിക്കണം കേട്ടോ. അതിൻ്റെ ഉൾഭാഗം വേണമെന്നില്ല അത്ര. ഞാൻ ചെറിയൊരു നമ്മുടെ ലൈറ്റിൻ്റെ ഒരു ബോക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒറിഗാമി പേപ്പർ വേണം, ഇഷ്ടമുള്ള കളറിൽ എടുക്കാം നമുക്ക്. പിന്നെ സ്കെച്ച് കളറ്, പിന്നെ അതുപോലെ തന്നെ കത്രിക വേണം. നമുക്ക് ഫാബ്രിക് ഗ്ലൂ, കളേഴ്സ്, ക്രയോൺ ആവാം, സ്കെച്ച് ആവാം. പിന്നെ ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ നമുക്ക്. പിന്നെ അതേപോലെ തന്നെ 2 PVC പൈപ്പ് കൂടി വേണം. ഇനി നമുക്ക് ഒരു ബോക്സിൻ്റെ 4 സൈഡിലും നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഒറിഗാമി പേപ്പർ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ബോക്സിനേക്കാളും അത്യാവശ്യം വലുപ്പമുള്ള പേപ്പറാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 2 A4 ഷീറ്റ് തമ്മിൽ ഒട്ടിച്ചതിന് ശേഷമാണ് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് 2 കണ്ണും ഒരു ചുണ്ടൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ മിക്കി മൗസിൻ്റെ ആ ഒരു ഷേപ്പിലാണ് നമ്മളിതിൻ്റെ ഫേസ് വരച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 കണ്ണ് വരച്ചു കൊടുക്കുക. അതിന് ശേഷം ആ ഒരു മിക്കി മൗസ് ഇങ്ങനെ വായ തുറന്നിരിക്കുന്ന ആ ഒരു ഷേപ്പിലുള്ള ലിപ്പ് കൂടി വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു കണ്ണിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഇങ്ങനെ തുറന്നിരിക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമുക്കിത് കിട്ടാൻ. ആ രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഈ റൗണ്ട് ഷേപ്പ് മൊത്തത്തിലും കട്ട് ചെയ്ത് കളയരുത്. 2 കണ്ണിൻ്റെയും ഒരു ഹാഫ് ഭാഗം മാത്രമായിട്ട് നമ്മൾ ഒരു ഹാഫ് ഭാഗമല്ല, ഒരു മുക്കാൽ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ലിപ്പും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പെട്ടിക്ക് കേട് വരും ഈ ഒരു ബോക്സിന്. അപ്പോൾ അത് പതിയെ വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറും കീറി പോകാത്ത രീതിയിൽ പതിയെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു കണ്ണിൻ്റെ ഭാഗത്തുള്ള ഒരു കാർഡ്ബോർഡ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഒറിഗാമി പേപ്പർ അല്ലാതെ ഉള്ള ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ആ ഒരു ഭാഗം നമുക്ക് വേണ്ട കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ലിപ്പിനൊക്കെ നമുക്ക് കളർ കൊടുക്കാം. ഒരു റെഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡ് കളർ കൊടുക്കാം. അതേപോലെ തന്നെ കണ്ണിൻ്റെ ഒരു ഭാഗത്തിന് ബോർഡർ ആയിട്ടോ വരക്കുന്നത് ബ്ലാക്ക് കളറും കൊടുക്കാം. കണ്ണിൻ്റെ ഒരു ചുറ്റിലും ബോർഡറായിട്ട് നല്ല ബ്ലാക്ക് കളർ കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഇതേപോലെ ഐബ്രോ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഭംഗിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. ഞാനിവിടെ ബ്ലാക്ക് കളറിൽ ഒരു ഐബ്രോ 2 കണ്ണിനും ഐബ്രോ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു PVC പൈപ്പ് ഇതിനകത്തോട്ട് കടത്തി വിടണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അടയാളിട്ട് കൊടുക്കുക. ഈ റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ 4 സൈഡിലും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പൈപ്പ് ഇതിനകത്തോട്ട് ഇതേപോലെ ഒന്ന് കയറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പൈപ്പ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ കറക്റ്റിന് തന്നെ വേണം കേട്ടോ, ഒരു ഭാഗം കയറി പോകാനും ഒരു ഭാഗം ഇറങ്ങി പോകാനും പാടില്ല. കറക്റ്റ് സൈസിൽ തന്നെ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. ഇതേപോലെ താഴെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് 2 A4 ഷീറ്റ് അല്ലേ ഇതേ സൈസിലുള്ള 2 ഒറിഗാമി പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ 2 നമ്മൾ തമ്മിൽ കൂട്ടി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് ഇത്ര നീളത്തിലുള്ളത് കിട്ടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കൂട്ടി ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഈ പൈപ്പിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് പേപ്പർ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ ഞാൻ അറിയാതെ മുകൾ ഭാഗത്താണ് കേട്ടോ ഈ പേപ്പർ ഒട്ടിച്ചിട്ടുള്ളത്. പൈപ്പിൻ്റെ അടിയിലൂടെ വേണം നമ്മൾ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ, എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു നമ്മുടെ ബോക്സ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടെ, വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഒട്ടിച്ചെടുക്കാൻ നോക്കുക. ഇതാ ഇതേപോലെ കേട്ടോ നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്, എന്നാലേ നമ്മുടെ ബോക്സിൻ്റെ അടുത്തേക്കായിട്ട് ആ ഒരു പേപ്പർ കിട്ടുള്ളൂ. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസർ ഇതാ ഇതിൻ്റെ ഒരു ലിപ്പിൽ വായിൽ എഴുതി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതാം, ഏതൊക്കെയെന്ന് നമുക്കറിയാവോ അതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു മൾട്ടിപ്പിൾ ആ ഒരു സിമ്പിൾ അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ചെറിയൊരു മൂക്ക് കൂടി വരച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഹെയർ ഒക്കെ വരച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി എടുത്തു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാ മക്കൾക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ബോക്സ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇനിയത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 പൈപ്പ് ഉണ്ടല്ലോ, അത് രണ്ടും ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 2 നമ്പറും അതിൻ്റെ ആൻസറും നമുക്കിങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും